വൃക്കരോഗത്തെ തുടർന്ന് ഇരുവൃക്കകളും തകരാറിലായ യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. മലപ്പുറം താനൂർ സ്വദേശി തോട്ടത്തിൽ പറമ്പിൽ ശ്രീജിത്താണ് ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. സുമനസ്സുകൾ കരിഞ്ഞാൽ മാത്രമേ ശ്രീജിത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ. ഇരുവൃക്കകളും തകരാറിലായ ശ്രീജിത്ത് ഏറെക്കാലമായി ഡയാലിസിസ് ചെയ്യുകയാണ്. വൃക്ക മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ ചിലവ് വരും. കൂലിത്തൊഴിലാളിയായ സഹോദരനും ഒരു സഹോദരിയും മാത്രമാണ് ഈ യുവാവിനുള്ളത്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഒരു കൊല്ലം പോലായി 2 കിഡ്നിയും പോയിട്ട് ചികിത്സയിലാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. പണം സമാഹരിക്കാനായി നാട്ടുകാർ ജനകീയ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 2 വൃക്കകളും തകരാറിലായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിർധനരായ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഏറ്റവും നിർധനരായ കുടുംബത്തിൽപ്പെട്ട ശ്രീജിത്തിന് അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്, മരിച്ചു പോയതാണ്. സാമ്പത്തികമായി വളരെയധികം പ്രയാസമാണ്. ശ്രീജിത്ത് കല്യാണം കഴിച്ചിട്ടില്ല. ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ ആരും ഇല്ലാത്ത ശ്രീജിത്തിന് സഹായിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. സുമനസ്സുകളുടെ സഹായം ഇല്ലാതെ, കിഡ്നി മാറ്റിവെച്ചല്ലാതെ ശ്രീജിത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ 30 ലക്ഷം രൂപ ചെലവ് വരുന്നത്. 1 വർഷമായി ശ്രീജിത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം തന്നെ നാട്ടിലുള്ള വളരെ കാരുണ്യമുള്ള ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ ഡയാലിസിസ് നടന്നു പോകുന്നത്. കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ 30 ലക്ഷം രൂപ ചെലവ് വേണം. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒന്നും ഇല്ലാത്ത, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ശ്രീജിത്തിന് ജനങ്ങളുടെ പിന്തുണയല്ലാതെ, സുമനസ്സുകളുടെ സഹായമല്ലാതെ ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും കാര്യമായി ഈ പറഞ്ഞതുപോലെ ഈ ശ്രീജിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും സഹായിക്കണം എന്നാണ്. മനുഷ്യസ്നേഹികളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ യുവാവിന് ജീവൻ നിലനിർത്താൻ കഴിയൂ. 24 തിരൂർ.